യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ നല്ല ചിന്തയ്ക്ക് ആധാരമായി 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയൊരു മറുപടിയാണ് ഇതിന്റെ പ്രമേയമായി നാം എടുത്തിരിക്കുന്നത്. തന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. തന്റെ ശരീരത്തിലുള്ള ഒരു ശൂലം നീങ്ങിപ്പോകേണ്ടുന്നതിന് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഭക്തൻ 3 പ്രാവശ്യം അപേക്ഷിച്ചു എന്ന് ഇവിടെ വ്യക്തമായി തന്നെ വിവക്ഷിച്ചിരിക്കുന്നു. എന്നാൽ താൻ പ്രതീക്ഷിച്ചതുപോലെ പ്രാർത്ഥനയുടെ മറുപടി അനുകൂലമല്ലായിരുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നവരാണ് നാമെങ്കിൽ, ദൈവസന്നിധിയിൽ വ്യക്തിപരമായ വിഷയങ്ങളുമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണ് താങ്കളെങ്കിൽ, താങ്കളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില വേളകളിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ലഭ്യമായെന്ന് വരികയില്ല. എന്നാൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിന് ശക്തമായ ഒരു മറുപടി നൽകി തരുവാൻ യേശു കർത്താവ് മതിയായ ദൈവം തന്നെയാണ്. ചോദിച്ചത് തന്റെ ശരീരത്തിലുള്ള ശൂലമൊന്ന് മാറ്റി തരണം. ചിന്തകന്മാർ പറയുന്നു, ഉദര സംബന്ധമായി ഒരു രോഗം പൗലോസിനുണ്ടായിരുന്നു എന്ന്. ചിലർ പറയുന്നു, തന്റെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു രോഗം തനിക്കുണ്ടായിരുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും കാണുന്നില്ല. പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം അപേക്ഷിച്ചു. എന്നാൽ അതിന് മറുപടിയായി സർവശക്തനാം ദൈവം പറഞ്ഞ വാചകമാണ്, എന്റെ കൃപ നിനക്ക് മതി. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളിൽ നമുക്ക് എപ്പോഴും അനുകൂലമായി പറയുവാൻ കഴിയുന്ന ഒന്നാണ്, ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപയുടെ പ്രത്യേകത എന്താണ്? ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയായി അത് പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മറുപടി ഇല്ലെങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവിടെ ഉറപ്പ് നൽകി തരുന്ന ഒരു സന്ദേശമാണ് പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. ചില ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ ദീർഘമായ കാലയളവുകളായി പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളിലൂടെ താങ്കൾ കടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. കർത്താവിന്റെ കൃപ താങ്കളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ ഇന്നും കൂടെയുണ്ടെങ്കിൽ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയായി അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അധൈര്യപ്പെടരുതേ, ഭാരപ്പെടരുതേ. നാം പ്രതീക്ഷിച്ച മറുപടി ഇല്ലെങ്കിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന നല്ലൊരു കർത്താവ് കൂടെയുണ്ട്. നാം ബലഹീനരായി പോകുമ്പോൾ ആ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് നമ്മെ ശക്തിയോടെ ജയത്തോടെ നടത്തുവാൻ കർത്താവ് മതിയായ ദൈവം തന്നെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. എവിടെയൊക്കെ ബലഹീനതകൾ ഉണ്ടാകുന്നോ, ക്ലേശങ്ങൾ ഉണ്ടാകുന്നോ, അതിനകത്തൊക്കെ ഒരു ദൈവത്തിന്റെ നീതി നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി നിങ്ങളെ ആദരിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുക തന്നെ ചെയ്യും. അധൈര്യപ്പെടാതെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന ഇടപെടുകയാണ്. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്നാണ് ഭക്തൻ പറഞ്ഞത്. ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും ബലഹീനതയിൽ പോലും പ്രശംസിക്കുന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? പലപ്പോഴും മറുപടി കിട്ടാതെ ബലഹീനമായ ചില മേഖലകൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതോർത്ത് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള വചനം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുന്നതാണ്. എന്നാൽ ബലഹീനതയിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ഈ ബലഹീനത സഹിക്കുന്നതെന്നും കർത്താവിന്റെ രാജ്യത്തിന് അത് മുഖാന്തരം ഒരു ജയം വെളിപ്പെടുമെന്നും ഒരു ഉറപ്പ് പൗലോസിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവേദനെ, അധൈര്യപ്പെടാതെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ബഹുനിശ്ചയത്തോടെ വിളിച്ചു പറയണം, ഈ ബലഹീനതകളിലൂടെ ഞാൻ കടന്നു പോകുന്നതിന്റെ പിൻപിലും ഒരു ദൈവനിശ്ചയമുണ്ട്. വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ പറയണം, എന്നെയും ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട്. മനുഷ്യർ പലപ്പോഴും നമ്മെ ബലപ്പെടുത്തില്ല, ക്ഷീണിതരാക്കി മാറ്റും.
എന്നാൽ ബലപ്പെടുത്തുന്ന കർത്താവ് എന്നും എന്നും ജയത്തോടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഐശ്വര്യമായി ആശീർവദിക്കട്ടെ. God bless you. ആമേൻ.